ശരി, ഇപ്പോൾ ലിജു മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് 750 ml ബോട്ടിൽ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ബിവറേജസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ മന്ത്രി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം കൂടിയിരുന്നു. അപ്പോൾ ആ ഉന്നതതല യോഗത്തിൽ ട്രാവൻകൂർ ഷുഗേഴ്സിൻ്റെ പ്രവർത്തനത്തിലെ സംബന്ധിക്കുന്ന പരാമർശങ്ങളുണ്ടായെങ്കിലും ഇവിടുത്തെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഇവിടെ 1000 ബോട്ടിലിൻ്റെയും 750 ബോട്ടിലിൻ്റെയും കുപ്പികൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് ഒരു മാസം മുമ്പ് ഏപ്രിൽ 20 ബോട്ടിലിൻ്റെ 1000 ml ബോട്ടിൽ ഉൽപ്പാദനം നിന്നു. അതിനുശേഷം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം ജൂൺ മാസം 11 ആണ് രണ്ടാമത്തെ 750 ml ഉൽപ്പാദനം നിന്നത്. അപ്പോൾ സമ്പൂർണ്ണ പ്രൊഡക്ഷൻ നിന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഈ കാര്യം അറിയുന്നത്. ഇത് അറിഞ്ഞ ദിവസം തന്നെ ഞാനിതിൻ്റെ ഉന്നതതല മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു. ഉന്നതതല മീറ്റിംഗ് വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ടിങ്ങിലാണ് ഏപ്രിൽ മാസം 20 ഒരു മാസം മുമ്പ് ഇവിടെ 1000 ml ഉൽപ്പാദനം നിലച്ചതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത് 1000 ml ബോട്ടിൽ ഷോർട്ടേജാണ്. 1000 ml ബോട്ടിൽ ലഭ്യമല്ല എന്നുള്ളതാണ്. രണ്ടാമത് 750 ml ബോട്ടിലുകൾ ലഭ്യം, അതിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അത് കൂടാതെ ഇവിടെ ബോർഡുകളും പ്രൊഡക്ഷൻ ഇല്ലാത്ത 750 ml ഉൽപ്പാദനം നിലച്ചത് എന്നുള്ളതാണ് അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഒരു വീഴ്ച ഉണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതായത് ഏപ്രിൽ മാസം 20 ഇവിടെ 1000 ml ബോട്ടിൽ ഉൽപ്പാദനം നിലയ്ക്കുന്നതിന് 3 മാസം മുമ്പേ ടെൻഡർ കാലാവധി അവസാനിച്ചിരുന്നു. 750 മുമ്പ്. എന്നിട്ട് നീട്ടിക്കൊടുക്കുകയായിരുന്നു. നീട്ടിക്കൊടുത്തിട്ടും വേണ്ടത്ര ഫലപ്രദമായി ഈ ബോട്ടിൽ വിതരണം ഉറപ്പുവരുത്താൻ കഴിയാതിരുന്ന വീഴ്ചയാണ്. മാത്രമല്ല ഗവൺമെൻറ്റിനെ അറിയിക്കേണ്ടതായിരുന്നു. അപ്പോൾ 1000 ml-ൻ്റെയും 750 ml-ൻ്റെയും പ്രൊഡക്ഷൻ നിലച്ചതോടെ ഒരു ദിവസം ഏകദേശം 12,000-ഓളം കുപ്പിയുടെ ഉൽപ്പാദനമാണ് നിലച്ചത്. വലിയ റവന്യൂ നഷ്ടം സർക്കാരിനുണ്ടായിട്ടുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യിക്കപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ, അതിൻ്റെ റവന്യൂ നഷ്ടം കണക്കുകൂട്ടാൻ ടാക്സ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്താണെങ്കിലും അതിനുശേഷമാണ് നടപടികളിലൂടെ ഇവിടെ ഉൽപ്പാദനം പുനരാരംഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചത്. ഇന്ന് ഉൽപ്പാദനം തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാനിന്ന് ഇവിടെ നേരിട്ട് വന്നത്. അല്ലാതെ എന്താണെന്ന് അന്വേഷണം നടക്കുകയാണ്. തീർച്ചയായിട്ടും അത് എന്താണെങ്കിലും ഒരു ഇത്രയും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനം, ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം സർക്കാരിന് തരേണ്ട ഒരു സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനം നിലച്ചത് ഗൗരവതരമായിട്ട് തന്നെയാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. ഇതിനു മുമ്പ് ഏപ്രിൽ 1 മുതൽ 14 വരെ ഇവിടെ അടച്ചു കിടക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി. അതിനെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നടക്കുന്ന അടച്ചിടലുകൾ, ഇതൊക്കെ തന്നെ ആരെ സഹായിക്കാനാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുള്ളതിനെക്കുറിച്ച് കൂടി ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഈ സ്ഥാപനം, ഇതിന് മാത്രമല്ല മലബാർ ഡിസ്റ്റിലറീസിലും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഗവൺമെൻറ് എന്താണെങ്കിലും കേരളത്തിൻ്റെ പൊതുഖജനാവിലേക്ക് സംഭാവന ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ അഴിമതിരഹിതമായി, ഏറ്റവും സുതാര്യമായി, കാര്യക്ഷമമായി നടത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നയം. അതെന്തായാലും നടപ്പിലാക്കും. അതിനെ സംബന്ധിച്ചും പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇതെല്ലാം തന്നെ ഫലപ്രദമായി അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊരു 100 ഏക്കറോളം സ്ഥലം കിടക്കുന്ന ഒരു സ്ഥലമാണ്. യഥാർത്ഥത്തിൽ പാർക്കിംഗ് നിലം പോലെയാണ് ഇപ്പോൾ നിലവിലുള്ളൊരു അവസ്ഥ. അല്ല, ഞാനതെല്ലാം പറഞ്ഞത് ഇവിടെ ഇപ്പം ആദ്യമായിട്ടാണ് മന്ത്രിയായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഇപ്പോൾ വന്ന് കണ്ടപ്പോൾ തന്നെയുള്ള സ്ഥിതിയെക്കുറിച്ചാണ് എനിക്ക് മനസ്സിലാവുന്നത്. 100 ഏക്കറോളം സ്ഥലമുണ്ട്. അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം. ഈ ഒരു സ്ഥാപനം കാര്യക്ഷമമായും വിജയകരമായും മുന്നോട്ട് പോകണം. ഇവിടെ പിന്നെ വെറുതെ ആണെങ്കിലും ഈ ആളുകളുടെ പരാതി ഉൽപ്പാദിപ്പിക്കുന്ന ജവാൻ ബോട്ടിലൊന്നും വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ലെന്നാണ്. കാരണം അത് അപ്പോഴേ എക്സൈസ് മന്ത്രിയും ലിജു മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു.